നമ്മളെല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും യൂണീക്കാണ്. എൻ്റെ ചിന്താഗതി ആയിരിക്കില്ല എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ചിന്താഗതി, അല്ലേ? അതുകൊണ്ട് തന്നെ പല റിലേഷൻഷിപ്പിലും ഫ്രണ്ട്ഷിപ്പിലും അല്ലെങ്കിൽ കൊളീഗ്സിൻ്റെ ഇടയിലാണെങ്കിലും എന്തായാലും അതിൻ്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു ആർഗ്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വരാല്ലേ. ഞാൻ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ശരിയാണ്, എന്തുകൊണ്ട് എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അത് അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ശരി എന്തുകൊണ്ട് അവർ മനസ്സിലാക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നവരാണോ നിങ്ങൾ? സത്യം പറഞ്ഞാൽ വാദങ്ങളിൽ ജയിക്കുന്നത് നമ്മൾ ഒരുപാട് അറിവുള്ളവരോ അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരല്ല. നമുക്ക് ഓപ്പോസിറ്റിനെ വ്യക്തികൾ, നമ്മൾ സംസാരിക്കുന്ന വ്യക്തികളുടെ മനസ്സിനെ മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരാണ് ശരിക്കും ഒട്ടുമിക്ക വാദങ്ങളിലും ജയിക്കുന്നുണ്ടാവുക. അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും കൂടുതൽ മനുഷ്യ മനസ്സിനെ മനസ്സിലാക്കാൻ പറ്റുന്ന ആളായിരിക്കും അതിൽ ജയിക്കുക. കാരണം എന്താണെന്നറിയോ, കുറച്ച് സൈക്കോളജിക്കൽ ട്രിക്കുകളുണ്ട് നമ്മൾ മറ്റുള്ളവരെ അംഗീകരിക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മുടെ ശരികൾ അവരിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മുടെ കുറച്ച് സൈക്കോളജിക്കലി നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണത്. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആദ്യം കേൾക്കുക പിന്നെ സംസാരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരാളായിട്ട് ആർഗ്യൂ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരാളുമായിട്ട് നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യം സംസാരിക്കുകയാണ്. അപ്പോൾ ആദ്യം വേണ്ടതെന്ന് അറിയോ, നമ്മൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്താണോ സംസാരിക്കുന്നത് അത് വളരെ സ്പഷ്ടമായിട്ട് ഇരുന്ന് കേൾക്കുക എന്നുള്ളതാണ്, മനസ്സിലാക്കുക എന്നുള്ളതാണ്. പലപ്പോഴും എല്ലാവരും കേൾക്കുന്നുണ്ട്, എന്താ അവർ പറയുന്നതിൻ്റെ എന്ത് പിടിച്ചെടുത്തിട്ട് വേണം അതിൽ അടി ഉണ്ടാക്കണ്ടേ, അല്ലെങ്കിൽ എന്ത് പിടിച്ചെടുത്തിട്ട് വേണം എനിക്ക് അതിന് വേണ്ടിയിട്ട് ആർഗ്യൂ ചെയ്യേണ്ടതെന്ന് ചിന്തിക്കാൻ വേണ്ടി കേൾക്കും. അങ്ങനെയുള്ള കേൾവിയല്ല, അവർ മനസ്സിലാക്കുക, അവർ പറയുന്ന അവരുടെ ഫീലിങ്സിലും അവരെന്താണോ പറയാൻ നമ്മളടുത്ത് ഉദ്ദേശിക്കുന്നതും അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സ്പേസ് കൊടുത്ത് അതിരുന്ന് കേൾക്കുക. ഇങ്ങനെ കേൾക്കുമ്പോൾ എന്താണെന്നറിയോ, നിങ്ങൾ നന്നായി അവരെ മനസ്സിലാക്കി കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ അവർ നിങ്ങൾക്ക് നല്ലൊരു ബഹുമാനം തരും. ഈ ബഹുമാനം നിങ്ങൾക്ക് തിരിച്ച് അവർ നിങ്ങൾ എന്താണോ അവർക്ക് തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് നല്ല റെസ്പെക്റ്റ് ഉണ്ടാകും അവരുടെ ഭാഗത്തുനിന്ന്. നിങ്ങൾക്ക് അതിനുള്ളൊരു വാല്യൂ തീർച്ചയായിട്ടും ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ആദ്യം കേൾക്കുക, എന്നിട്ട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് പല ഇമോഷൻസും വരാം. ചെറിയ ആൾക്കാർക്ക് ചിലപ്പം കരച്ചിലായിരിക്കാം, ചെറിയ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ആങ്കർ ആയിരിക്കും, പൊട്ടിത്തെറിക്കുന്നുണ്ടാവാം നമ്മുടെ വാദങ്ങളുടെ ഇടയിൽ. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഓരോരുത്തർക്കും ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഒരു ലോജിക്കും ഉണ്ടാവില്ല. നിങ്ങളൊരു പൊസിഷനിൽ ഇരിക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വീട്ടിലെ ഗൃഹനാഥനായിരിക്കാം, ആ വീട്ടിൽ നിങ്ങളുടെ കുട്ടികളും എല്ലാവരും കാണുന്ന നിങ്ങളെ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിനൊരു പൊസിഷൻ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് നിങ്ങളെന്ന് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ മറ്റുള്ളവരായിട്ട് ഇങ്ങനെ ആർഗ്യൂ ചെയ്യുന്ന സമയത്ത് വളരെയധികം പൊട്ടിത്തെറിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ വളരെയധികം ഷൗട്ട് ചെയ്ത് സംസാരിച്ചതുകൊണ്ടോ അതിൻ്റെ ഒരു നിലവാരം കൂടില്ല. നിങ്ങളെ ഒരു വ്യക്തി നിങ്ങളുടെ ഒരാളുമായിട്ട് നിങ്ങൾ ആർഗ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്ന വ്യക്തികളും ആണെങ്കിൽ പോലും ആരെയായിരിക്കും എന്നറിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക, ആരാണോ കാംഫുള്ളി ഭയങ്കര മര്യാദ രീതിയിൽ എന്താണോ നിങ്ങൾക്ക് നിങ്ങളുടെ ആർഗ്യൂല് പറയാനുള്ളത് അത് മര്യാദക്ക് ആരാണോ പറയുന്നത് ആ വ്യക്തികളെ ആയിരിക്കും. ആ വ്യക്തിയുടെ ഭാഗത്ത് തെറ്റെങ്കിൽ പോലും ആൾക്കാർ അംഗീകരിക്കുക. കാരണം എന്താ അറിയോ, നമ്മൾ ഒരുപാട് ഇമോഷണലി പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്ന സമയത്തില്ലേ മറ്റുള്ളവർ നമ്മൾ നോക്കിക്കാണുന്നതുണ്ടല്ലോ, നമ്മൾ എന്തോ വലിയ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഏതൊരു ആർഗ്യുമെൻറ്റ്സിൽ പോകുന്ന സമയത്താണെങ്കിലും, അല്ലെങ്കിൽ അത് ചെറിയൊരു ആർഗ്യൂ ആണെങ്കിലും വലിയൊരു കാര്യമാണെങ്കിലും നമ്മുടെ ശരികൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാനൊക്കെ പോകുന്നുണ്ടാവുക. അവിടെ നിങ്ങൾ എപ്പോഴും നിയന്ത്രിക്കേണ്ടത് നിങ്ങളുടെ വികാരങ്ങളെയാണ്. ഇല്ലെങ്കിൽ ഒരു ലോജിക്കില്ലാത്ത രീതിയിലാണ് നിങ്ങൾ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പറയുന്ന വ്യക്തിയും പ്രൊവോക്കാവും. കാരണം ആ വ്യക്തിയും നിങ്ങളെ ഒരിക്കലും അംഗീകരിക്കില്ല. അപ്പോൾ നമ്മൾ വളരെ സൗണ്ട് എടുത്തൊന്നും സംസാരിക്കാതെ നിങ്ങളുടെ വാദം എന്താണോ അതിൻ്റെ നിലവാരം എന്താണോ എന്നാണ് അവിടെ കാണിക്കേണ്ടത്. നിങ്ങളുടെ സൗണ്ട് അല്ല, നിങ്ങൾ എന്താണോ പറയാൻ പോകുന്നത്, നിങ്ങളുടെ ശരികൾ എന്താണോ ആ വാദത്തിൻ്റെ നിലവാരമാണ് നിങ്ങളവിടെ കാണിക്കേണ്ടത്. ആ നിലവാരം നിങ്ങൾ കാണിച്ചാൽ മാത്രമേ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെടുത്തും ചുറ്റും കണ്ടു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെടുത്തൊന്നും നിങ്ങൾക്കൊരു വാല്യൂ കിട്ടുള്ളൂ. അപ്പോൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇമോഷൻസ് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കുക. ചില ആൾക്കാർക്ക് ചിലപ്പോൾ കരച്ചിലായിരിക്കാം, കരച്ചിലുകൊണ്ട് ചില ആൾക്കാർക്ക് ഒന്നും പറയാൻ പറ്റില്ല. അപ്പം അവിടെയും നിങ്ങൾക്ക് നിങ്ങളുടെ വാദം എന്താണല്ലേ, നിങ്ങളുടെ ഭാഗത്തെ ശരി എന്താണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ വികാരങ്ങളെ എപ്പോഴും നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പലപ്പോഴും നമുക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലായിരിക്കും ആർഗ്യൂ നടക്കുന്നുണ്ടാവുക. ഒരിക്കലും ചിലപ്പം എന്തെങ്കിലും പ്രശ്നങ്ങളെല്ലാം എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങളായിരിക്കാം നമ്മളെപ്പോഴും ആർഗ്യൂ ഉണ്ടാകുന്ന സമയം. പക്ഷേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രോശിക്കുന്നത് എങ്ങനെയായിരിക്കും, വ്യക്തികൾ നമ്മളായിരിക്കും. അപ്പോൾ ഇനിയത്തെ പോയിന്റ് പറയുന്നത് നമ്മൾ ഒരിക്കലും വ്യക്തികളായിട്ടല്ല, നമ്മുടെ ആശയങ്ങളുമായിട്ട് വേണം നമ്മൾ വാദത്തിൽ ഏർപ്പെടേണ്ടത്. ഒരിക്കലും നീ അങ്ങനെയാണ് നീ ഇങ്ങനെയാണ് ആ രീതിയിലേക്ക് പോവാതെ എന്താണോ ടോപ്പിക് എന്നുള്ളത് ആ ടോപ്പിക്കിന് വേണ്ടി സംസാരിക്കുക. നിങ്ങൾ പറയുന്ന ഒരു കാര്യം അത് ശരിയില്ല, ഇത് ഇന്ന കാരണങ്ങൾ വെച്ചാണ് എനിക്ക് ശരിയില്ല എന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഒരു കാര്യത്തെ അംഗീകരിക്കാൻ പറ്റുന്നില്ല, ആ ഒരു ആശയത്തെ എനിക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അവരുമായിട്ട് നിങ്ങൾ സംസാരിക്കേണ്ടത്. അല്ലാതെ നീ ഇങ്ങനെയാണ്, നീ അങ്ങനെ തന്നെ, നീ പണ്ടേ ഇങ്ങനെയാണ്, ഈ രീതിയിലേക്ക് സംസാരിക്കുന്നത് നമ്മളൊരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചിട്ടാണ്. നമുക്കൊരു വ്യക്തിയോട് ഒരിക്കലും വൈരാഗ്യം തോന്നേണ്ട ആവശ്യമില്ല. അവരുടെ ആശയങ്ങളും
അവർ പറയുന്ന കാര്യങ്ങളോടായിരിക്കും നമുക്ക് ഇഷ്ടക്കുറവ് തോന്നാം. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എപ്പോഴും നമ്മുടെ മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും നമ്മൾ ആ വ്യക്തിക്കെതിരെ നിൽക്കുമ്പം അത് നമ്മുടെ ജീവിതത്തിൽ പിന്നെ ഒരിക്കലും തിരുത്താൻ പറ്റില്ല. നമ്മൾ ആ വ്യക്തിക്കെതിരെ പറയുമ്പം, ആ വ്യക്തി ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പം ആ വ്യക്തി നമ്മൾ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാത്ത രീതിയിൽ മനസ്സുകൊണ്ട് നമ്മളെ വെറുത്തു പോകും. ഒരിക്കലും നമ്മൾ വ്യക്തികൾക്കെതിരെയല്ല സംസാരിക്കേണ്ടത്, അവർ ആശയങ്ങൾക്കെതിരെ, അവർ പറയുന്ന കാര്യം എന്താണോ അതിനെനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതെനിക്കൊരിക്കലും ശരിയായിട്ട് തോന്നുന്നില്ല, അതിനെപ്പറ്റി ചർച്ച ചെയ്യാനും അതിനെപ്പറ്റി സംസാരിക്കാനും വേണ്ടിയിട്ട് തീരുമാനമെടുക്കുക. ഇത് എപ്പോഴും ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആട്ടോ. നമ്മൾ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും ഇന്നതാണെന്നൊക്കെ. അതിനേക്കാൾ ഉപരി ഒരു വാദം നടക്കുമ്പോൾ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു വാദവും ചിലപ്പോൾ ഇല്ലാതാകാൻ, അല്ലെങ്കിൽ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒന്നുകൂടെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത്. ഇപ്പം നീ എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിലേക്ക് എത്തിയത്? ഒരു കാര്യം നമ്മളടുത്ത് വന്നിട്ട് ആ വ്യക്തി പറയണു, നീ ഈ ചെയ്തത് ഇഷ്ടമായില്ല, അല്ലെങ്കിൽ നീ ഈ കാണിച്ചത് എനിക്ക് വളരെ വിഷമമായിനോ എന്തെങ്കിലും വന്ന് പറയുന്ന സമയത്ത് എന്തുകൊണ്ട് നിനക്കതെങ്ങനെ തോന്നി, നീക്കിത് എവിടെ നിന്ന് കേട്ടു, നീ ഇതെങ്ങനെ അറിഞ്ഞു എന്നുള്ളൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് തീരുമാനം എടുക്കുക. അപ്പോൾ ആ ചോദ്യം ചോദിക്കുമ്പം അതിനെപ്പറ്റി ചിന്തിക്കാൻ തോന്നുകയും പല വാദങ്ങളും ഇല്ലാതാവും. അല്ലെങ്കിൽ ചില ആ ഒരു കാര്യങ്ങൾ തിങ്ക് ചെയ്യുമ്പോൾ ചില ആൻസേഴ്സ് കിട്ടുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും, ഓ ഇറ്റ്സ് റോങ്, ഞാൻ ചിന്തിച്ചതാണ് തെറ്റുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് വാദം നടത്തുമ്പോൾ എന്താണോ പറയുന്നത് അതിനെ ആർഗ്യൂ ചെയ്യുക. ഒരുപാട് കാരണങ്ങൾ മുന്നേ നടന്നതും കാര്യങ്ങളും പറയാതെ അതിനെ ആക്സെപ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിന് പറ്റിയ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പല വാദങ്ങളും ചിലപ്പോൾ ഇല്ലാതാവാം, പലതും ഒന്നും കൂടെ തിങ്ക് ചെയ്യാം എന്നുള്ള ലെവലിലേക്ക് പോവാം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ശീലിക്കുക. ലാസ്റ്റ് പോയിൻ്റായിട്ട് പറയാനുള്ളത്, ജയിക്കുകയല്ല മനസ്സിലാക്കുകയാണ് വേണ്ടത്. പലപ്പോഴും പല വാദങ്ങളിലും പല കാര്യങ്ങളിലും പല ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ആർഗ്യുമെൻറ്റിലേക്ക് എത്തുന്ന സമയത്ത് എൻ്റെ ഭാഗം ശരിയാക്കണം, അല്ലെങ്കിൽ എനിക്ക് ജയിക്കണം എന്നുള്ള തോട്ട്സിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യൂ ചെയ്യുന്നുണ്ടാവുക, പല ഈഗോസും കാര്യങ്ങളും. പക്ഷെ ജയിക്കാനല്ല, എന്താണ് എന്ന് മനസ്സിലാക്കാനാണ് ഓരോരുത്തരും ശ്രമിക്കേണ്ടത് കേട്ടോ. ഇപ്പം നിങ്ങൾ വേറൊരാളായിട്ട് ആർഗ്യൂ ചെയ്യുന്ന സമയത്ത് ആ വ്യക്തി എന്താണെന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ മനസ്സിലാക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഭാഗത്തായിരിക്കും തെറ്റുണ്ടാവുക. അപ്പോൾ നമുക്കത് അംഗീകരിക്കുക, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ അതിനെ പറഞ്ഞ് ഫലിപ്പിച്ച് അതിനെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ പലപ്പോഴും പല കുടുംബ ബന്ധങ്ങളായിക്കോട്ടെ, പല റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, പല എന്തായിക്കോട്ടെ, പലതും തകരുന്ന എന്താണോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യൂ ചെയ്യുമ്പോൾ പിന്നെ നമ്മളുടെ ഒരു പിടിവാശിയാണ് എനിക്ക് ജയിക്കണം എന്നുള്ളത്. ആദ്യം ജയിക്കുകയല്ല എന്നുള്ളതും എന്താണോ ആശയം, ആ ആശയത്തിനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപക്ഷെ നമ്മുടെ ഭാഗത്തായിരിക്കും തെറ്റുണ്ടാവാം, അപ്പോൾ അതിനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പലപ്പോഴും പല കമ്മ്യൂണിക്കേറ്റേഴ്സിനും സൈക്കോളജിസ്റ്റ് ആയിക്കോട്ടെ, കൗൺസിലേഴ്സിനെയൊക്കെ നിങ്ങൾ കാണുന്നില്ലേ, അവരെപ്പോഴും ശ്രമിക്കുക എന്താണെന്നറിയോ, മറ്റൊരാൾ എന്തെങ്കിലും ഒരു പ്രശ്നമായി വന്നിട്ടുണ്ടെങ്കിൽ അവരെ കേൾക്കാനും അവരെ മനസ്സിലാക്കാനും ശ്രമിക്കുന്നുണ്ടാവുക. അപ്പോൾ ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർ അല്ലെങ്കിൽ ഒരു നല്ല പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്താണോ പറയുന്നത് അതിനെ എനിക്ക് മനസ്സിലാക്കണം. ആ വ്യക്തി പറയുന്ന ഒരു പക്ഷേ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമായിരിക്കാം, പക്ഷെ അതിന് അവർ പറയുന്നതിൻ്റെ ഒരുപാട് തലത്തിൽ അവരെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനുശേഷം അവർക്കുള്ള മറുപടി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളൊരു കാര്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ തിരിച്ചൊരു മറുപടി പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ആ മറുപടിക്ക് ഒരുപാട് സത്യം ഉണ്ടാവും, അല്ലെങ്കിൽ അതിന് ഒരുപാട് ക്വാളിറ്റി ഉണ്ടാവും. അപ്പോൾ ആ കേൾക്കുന്ന വ്യക്തിക്കും അതിനെ അംഗീകരിക്കാൻ തോന്നും, അല്ലെങ്കിൽ ആ വ്യക്തിക്കും ഏകദേശം കുറച്ചെങ്കിലും മനസ്സിലാവും എൻ്റെ ഭാഗത്ത് എന്തോ ഒരു ഫോൾട്ട് ഉണ്ട് എന്നുള്ളത്. അപ്പം എപ്പോഴും ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർ ആവാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ എനിക്ക് ജയിക്കണം, ഈ വാദത്തിൽ ഞാൻ ജയിക്കും. പല റിലേഷൻഷിപ്പും പൊട്ടിപ്പോകുന്ന അവിടെയാണോ, കാരണം എനിക്ക് ജയിക്കണം എന്നുള്ള ചിന്തയിലാണ് ഒരു ആർഗ്യൂവിൽ അവരെല്ലാവരും മുന്നോട്ട് പോകുന്നുണ്ടാവുക. അല്ല, എനിക്ക് മനസ്സിലാക്കണം, എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ എനിക്ക് മനസ്സിലാക്കണം എന്ന് തീരുമാനിക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. അപ്പം ഇത് നമ്മൾ നമ്മുടെ എല്ലാവരുടെ ലൈഫിലും ആർഗ്യുമെൻറ്റ്സ് ഉണ്ടല്ലേ, ചെറിയ കുഞ്ഞൊക്കെ ഉണ്ടാവും. എല്ലാ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിലാണെങ്കിലും, പാരൻസിൻ്റെ ഇടയിലാണെങ്കിലും, അല്ലെങ്കിൽ കൊളീഗ്സിൻ്റെ ഇടയിലാണെങ്കിലും, പാർട്ട്നേഴ്സിൻ്റെ ഇടയിലാണെങ്കിലും, അതിലൊക്കെ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഈ പോയിന്റ്സൊക്കെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. എന്നിട്ട് ഈ രീതിയിൽ കുറച്ചും കൂടി നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് ബിഹേവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, നല്ലൊരു പേഴ്സണാലിറ്റി ആവാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ ഈഗോ മനസ്സിൽ വെച്ച് ഭയങ്കര എനിക്ക് ജയിച്ചേ പറ്റുള്ളൂ, അല്ലെ എൻ്റെ ഭാഗം തെറ്റാണെന്ന് മനസ്സിലായാൽ പോലും ഞാൻ അതിനെ അംഗീകരിക്കില്ല, ഞാനിതിനെ ജയിച്ചേ പറ്റൂ എന്ന് വിചാരിക്കുമ്പോൾ എന്താണെന്ന് പറയും, നമ്മളൊന്ന് പറയുന്ന വ്യക്തിയുടെ മൂല്യം നമുക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിൽ വളരെ കുറവായിരിക്കും. നമ്മൾ ജയിച്ചുമായിരിക്കും, നമ്മൾ ചിലപ്പോൾ ഭയങ്കര ഷൗട്ട് ചെയ്ത് നമ്മൾ വച്ചിട്ട് നമ്മൾ ജയിച്ചിട്ടുണ്ടാവുമായിരിക്കാം, പക്ഷേ നമുക്ക് ചുറ്റും നമ്മളെ കണ്ട ആൾക്കാരുടെ ഉള്ളിൽ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് ബിഗ് സീറോ ആയിരിക്കും. അപ്പോൾ എപ്പോഴും ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വെക്കാൻ വേണ്ടിയിട്ട് തീരുമാനം എടുക്കുക. അപ്പോൾ എന്നാലും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്.